സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 9 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിലാണ് ഈ മഴ മുന്നറിയിപ്പുള്ളത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സലീം, ഗുഡ് മോർണിംഗ്. സലീം, എന്തൊക്കെയാണ് നമുക്ക് ഈ മഴയെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്? എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഈ മഴക്കാലം ആരംഭിച്ചത് മുതൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിലും ഒപ്പം തന്നെ മധ്യ കേരളത്തിലുമാണ്. സമാനമായി ഇന്നും ഈ രണ്ട് മേഖലകളിലുമാകും മഴ കനക്കുക എന്നുള്ളതാണ് പറയുന്നത്. തെക്കൻ കേരളത്തിലെ ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. മറ്റെല്ലാ ജില്ലകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകൾ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുൻപ്, വെറും 4 മിനിറ്റ് മുൻപ് മാത്രം ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കിയ അടുത്ത 3 മണിക്കൂറിലേക്കുള്ള മുന്നറിയിപ്പിൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാനുള്ള കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നു. അതായത് ഒരു ശക്തമായ മഴ അടുത്ത 3 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ജില്ലകളിലൊക്കെ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. ബംഗാൾ ഉൾക്കടലിലും ഛത്തീസ്ഗഡിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് നിലവിൽ ഈ മഴയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിരിക്കും ഈ മഴ എത്ര നീണ്ടുപോകും, അതിൻ്റെ ശക്തി എത്ര എന്നതുൾപ്പെടെയുള്ള ഇത് ഈ ന്യൂനമർദ്ദത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിരിക്കും എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വീശിയടിക്കാനുള്ള കാറ്റിനുള്ള സാധ്യതയാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 31 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ അണക്കെട്ടുകളിലും അപകടകരമായ വിധത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. നാളെയോടുകൂടി ന്യൂനമർദ്ദത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മഴ കുറയാനാണ് സാധ്യത എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. എസ്കേൻ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.